ഇന്ത്യയിൽ ഐഫോണുകൾ നിർമ്മിക്കുന്നതിനും അസംബിൾ ചെയ്യുന്നതിനും ആപ്പിൾ സിഇഒ ടിം കുക്കിനെ രൂക്ഷമായി വിമർശിച്ച് ട്രംപ്. ആപ്പിൾ ഇന്ത്യയിലല്ല യുഎസിന് പുറത്ത് എവിടെ ഐഫോൺ നിർമ്മിച്ചാലും 25% താരിഫ് ഏർപ്പെടുത്തുമെന്ന് യുഎസിൽ വിൽക്കുന്ന ഐഫോണുകൾ രാജ്യത്തിനുള്ളിൽ തന്നെ നിർമ്മിക്കണമെന്നും ട്രംപ് ആപ്പിളിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിന് പിന്നാലെ വാൾസ്ട്രീറ്റിൽ ആപ്പിളിന്റെ ഓഹരികളിൽ 4% ഇടിവ് രേഖപ്പെടുത്തിയത്. സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച പോസ്റ്റിലാണ് ട്രംപ് ആപ്പിളിനെതിരെ ഭീഷണി മുഴക്കിയത്. അമേരിക്കയിൽ വിൽക്കുന്ന ഐഫോണുകൾ ഇന്ത്യയിലോ മറ്റെവിടെയെങ്കിലുമോ അല്ല, മറിച്ച് അമേരിക്കയിൽ തന്നെ നിർമ്മിക്കണമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന് വളരെ കാലം മുൻപ് ആപ്പിളിന്റെ ടിം കുക്കിനെ അറിയിച്ചിരുന്നു. അങ്ങനെയല്ലെങ്കിൽ കുറഞ്ഞത് 25% താരിഫ് ആപ്പിൾ യുഎസിന് നൽകണം. ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദി, ട്രംപ് പറഞ്ഞു. ഇന്ത്യയിൽ ആപ്പിളിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനെതിരെ ആപ്പിൾ സിഇഒ ടിം കുക്കിന് ട്രംപ് ഒരാഴ്ച മുമ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ താരിഫ് ഭീഷണി വരുന്നത്. ആപ്പിൾ പ്രതിവർഷം 60 മില്യണിലധികം ഐഫോണുകളാണ് യുഎസിൽ വിൽക്കുന്നത്. അവയിൽ ഏകദേശം 80%-ഓളം ചൈനയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മെയ് 15-ന് ഖത്തറിലെ ദോഹയിൽ നടന്ന ഒരു ബിസിനസ് പരിപാടിയിൽ ആപ്പിൾ സിഇഒ ടിം കുക്കുമായി നേരിട്ട് സംസാരിച്ചതായും ഇന്ത്യൻ വിപണിയെ പ്രത്യേകമായി സേവിക്കുന്നതിനായിട്ടല്ലാതെ ഇന്ത്യയിൽ ആപ്പിൾ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം വർദ്ധിപ്പിക്കുന്നതിനെതിരെ ഉപദേശിച്ചതായും ട്രംപ് വ്യക്തമാക്കി. ഇന്ത്യയിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ഞങ്ങൾക്ക് താൽപ്പര്യമില്ലെന്ന് ആപ്പിൾ സിഇഒ ടിം കുക്കിനോട് പറഞ്ഞതായും ട്രംപ് കൂട്ടിച്ചേർത്തു. ആപ്പിൾ അമേരിക്കയിൽ തങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. 2026 അവസാനത്തോടെ യുഎസിൽ വിൽക്കുന്ന ഐഫോണുകളിൽ ഭൂരിഭാഗവും ഇന്ത്യയിലെ ഫാക്ടറികളിൽ നിർമ്മിക്കാനാണ് ആപ്പിൾ ലക്ഷ്യമിടുന്നതെന്നും അതിന്റെ പ്രധാന നിർമ്മാണ കേന്ദ്രമായ ചൈനയിൽ ഉയർന്ന താരിഫ് ഏർപ്പെടുത്താനുള്ള പദ്ധതികൾ വേഗത്തിലാക്കുകയാണെന്നും അടുത്തിടെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പറയുന്നു. ഇന്ത്യയും യുഎസും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഉഭയകക്ഷി വ്യാപാര കരാറിന്റെ ആദ്യഘട്ടത്തിന് ജൂലൈക്ക് മുമ്പായി ഒപ്പുവെക്കുമെന്നാണ് വിവരം. യുഎസ് വ്യാപാര പ്രതിനിധിയുമായുള്ള ആദ്യ റൗണ്ട് കൂടിക്കാഴ്ച ഇതിനോടകം തന്നെ അവസാനിച്ചു. ചരക്ക് വ്യാപാരവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ ചർച്ച ചെയ്തിട്ടുണ്ട്. തുകൽ, തുണിത്തരങ്ങൾ തുടങ്ങിയവയുടെ കയറ്റുമതിയിൽ ഇളവുകൾ നൽകാൻ ഇന്ത്യ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. സേവന മേഖലയിലെ പ്രശ്നങ്ങളും ചർച്ചകളിൽ പ്രധാന ഇടം നേടിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ യുഎസ് വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക്കുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇരു രാജ്യങ്ങളും പ്രയോജനകരമായ വ്യാപാര കരാറിന്റെ സാധ്യതകളെക്കുറിച്ചും ചർച്ച ചെയ്തിരുന്നു. സാമ്പത്തിക ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലാക്കുന്നതിനും അതുപോലെ വ്യാപാരത്തിലും നിക്ഷേപത്തിലും സഹകരണത്തിനുള്ള അവസരങ്ങൾ തേടുന്നതിലുമാണ് കൂടിക്കാഴ്ച ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. യുഎസിൽ നിന്നുള്ള ഇറക്കുമതിക്ക് താരിഫ് ഒഴിവാക്കുമെന്ന് ഇന്ത്യ ഉറപ്പു നൽകിയതായി ട്രംപ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു.